LJP പടം ഇഷ്ടപ്പെടുന്നവർക്ക് തിയേറ്ററിൽ വന്ന് കാണാനുള്ള സ്റ്റഫുണ്ട് മേക്കിംഗ് വൈസ് കാണാൻ വേണ്ടി. ലാലേട്ടന് കൊടുത്ത റോള് പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാർട്ട് 2 ഉണ്ട്. അതെങ്ങനെ വരും എന്നുള്ളത്, എന്ത് രീതി എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് ഒരു 1 ടൈം കാണാൻ പറ്റിയ മൂവിയാണ്. ബട്ട് എനിക്ക് തോന്നുന്നത് ഇത് പ്രൊജക്റ്റ് ചെയ്ത രീതി മൊത്തം മാസ് പൊടിപാറും ലൈക്ക് തിയേറ്ററിൽ കുലുങ്ങും, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. കാരണം അതൊരു പക്ക ക്ലാസിക് സ്റ്റഫാണ്, പ്യുവർ സ്റ്റഫ്, ഒരു വെസ്റ്റേൺ കൾച്ചർ സ്റ്റഫാണ്. സോ എന്തായാലും നിങ്ങൾ മാസ് പ്രതീക്ഷിക്കാതെ പോയാൽ ഒരു LJP പടം എന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പോൾ മലയക്കാട്ട് വാലിബൻ 2 അതിൻ്റെ എൻഡിങ്ങിൽ കാണിക്കുന്നത് ഇതുവരെ കാണാത്ത അമാനുഷികനായ ഒരു വ്യക്തിയാണ് എതിർഭാഗത്ത് വരുന്നത്. അപ്പോൾ ഫാൻറ്റസിയും ഒരു നാടകീയത എന്ന് പറയുന്നത് 70കളുടെ വെസ്റ്റേൺ സിനിമകളുടെ നാടകീയതയാണ്. നമുക്കറിയാം, അത് ഇപ്പോൾ കാണുമ്പോഴും അവർ ആ ഗണ്ണെടുക്കുന്ന രീതികൾ, കറക്കുന്ന രീതികൾ, ക്ലിൻ്റ് ഈസ്റ്റ്വുഡ് മൂവികൾ, ആ കാലത്ത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇതുപോലുള്ള മൂവികൾ മേക്ക് ചെയ്യാൻ പറ്റിയില്ല. മേ ബി ആ ജനറേഷനിലുള്ളവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം അവരിഷ്ടപ്പെടുന്ന ഒരു സിനിമ അവരുടെ ഭാഷയിൽ നിന്ന് വന്നിരിക്കുകയാണ്. കാലദേശങ്ങളോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇങ്ങനെ ഒരു കഥയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഒരു വിഷ്വൽ ട്രീറ്റ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഫിലോസഫിക്കലായിട്ട് കഥയെ അപ്രോച്ച് ചെയ്യുന്നത് വ്യത്യസ്ത മേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ സിനിമ കാണാം. ഒരു മാസ് മസാല എൻ്റർടൈനറോ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇതൊരു ആ രീതിയിലല്ല, ഒരു ഫിലോസഫിക്കൽ രീതിയിൽ ഗംഭീര വിഷ്വൽസോടുകൂടി പറഞ്ഞിരിക്കുന്ന ഒരു അതിഗംഭീര മൂവിയായിട്ടാണ് മലയക്കോട്ടെ വാലിബൻ എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു. സ്ലോ പേസിലാണ് പടം പോകണം, സ്ലോ പേസിൽ തന്നെയാണ് അവസാനിക്കണം. അപ്പോൾ ആ ഒരു സ്ലോ പേസ് ആദ്യം നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ അതായത് ലാലേട്ടൻ്റെ ഭയങ്കര മാസ് സീക്വൻസ് പ്രതീക്ഷിച്ച് വന്നവർക്ക് എന്തായാലും ഡിസപ്പോയിൻ്റ് ആവും. കാരണം ഇതൊരു 100% LJP പടവും. പുള്ളി അതായത് ഒരു സ്റ്റാർ വന്നേ പിന്നെ കോംപ്രമൈസ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പുള്ളിയുടെ രീതിയിൽ തന്നെയാണ് പടം കൊടുത്തേക്കണത്. പിന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വിഷ്വൽ ക്വാളിറ്റി അന്യായം. കാരണം ഓരോ ഫ്രെയിംസും കിടലിനായിട്ടുണ്ട്. ക്രൗഡൊക്കെ വന്ന സീൻസ് ഒക്കെ അടിപൊളിയാണ്, ഇൻ്റർവെല്ലിൻ്റെ സമയത്തുള്ളതും. പിന്നെ സെക്കൻഡ് ഹാഫിലൊരു വാർ സീക്വൻസ് ഉണ്ട്, അവിടെ ഉപയോഗിച്ചേക്കുന്ന സ്കോറിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു മാസ് പടം അങ്ങനത്തെ വിചാരിച്ചു വന്നവർക്ക് ഒന്നും അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഈ സിനിമ. കാരണം ഒരു മാസേ പടമല്ല. ഡ്രാമ ടച്ച് എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു കൈൻഡ് ഓഫ് പടമാണ്. അതായത് പുള്ളിയുടെ ഒരു പടത്തിന് ഒരു സ്ലോ പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ നൻപകൽ നേരത്തിന് ഒരു സ്ലോ പേസിൽ ആ ഒരു രീതിയിലാണ് പോണേക്കണം. അപ്പോൾ അതേപോലെ സ്ലോ പേസിൽ തന്നെ പോയേക്കണ സിനിമയാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് അതിനകത്തോട്ട് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാഗ് കാര്യങ്ങളൊന്നും തോന്നൂല. പക്ഷെ അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ, സ്ലോ പേസ് പറ്റൂലെങ്കിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂല. ഞാൻ എൻജോയ് ചെയ്ത്, കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ കണ്ടതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ലാലേട്ടൻ്റെ മാസ് പടവും പഞ്ച് ഡയലോഗും വിചാരിച്ചു വന്നവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു സീക്വൻസും ഇല്ല. എന്നാൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫൈറ്റിനൊക്കെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി പടം, ഒരു ക്ലാസ് പടവും, ഒരു ഗുരുവൊക്കെ പോലത്തെ ഒരു ക്ലാസ് പടവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മാസ് പടവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ക്ലാസ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ ഇഷ്ടമാണ് എന്താ തീർച്ചയായിട്ടും കാണാം. ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ, അതായത് ഇൻട്രോയൊക്കെ നോർമൽ ഇൻട്രോ ആണ്, സിമ്പിൾ ഇൻട്രോ ആണ്. പിന്നെ ഫൈറ്റ് സീക്വൻസിലാണെങ്കിൽ ഒരു വെറൈറ്റി ഉണ്ട്. അല്ലാണ്ട് മറ്റേ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊന്നും അല്ല. പക്ഷേ തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ വേണ്ട രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തേക്കണം. ലാലേട്ടൻ്റെ പെർഫോമൻസും നല്ലതാണ്. എന്തായാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വന്ന് കാണാം.